എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നാം പരിചയപ്പെടുന്നത് മലങ്കര മാർത്തോമാ സുറിയാനി സഭയിലെ വൈദികനും തെള്ളയൂർ മാർത്തോമാ സെൻറ്റർ ഫോർ റിഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് MCRD ഡയറക്ടർ റവറൻഡ് സുനിൽ മാത്യു അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളാണ്. പത്തനംതിട്ട ജില്ലയിൽ കുഴിക്കാല തടത്തുകാലായിൽ TJ മാത്യു, തങ്കമ്മ മാത്യു ദമ്പതികളുടെ 7ാമത്തെ മകനായി ജനനം. ബാല്യകൗമാരങ്ങളിൽ തന്നെ പുരോഹിതനാകുവാനുള്ള ആഗ്രഹം മനസ്സിൽ ഉടലെടുത്തു. കുഴിക്കാല CMS ഹൈസ്കൂളിൽ നിന്നും ഹൈസ്കൂൾ പഠനവും കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ നിന്നും കലാലയ പഠനവും തിരുവനന്തപുരം കണ്ണമ്മൂല കേരള യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്നും വൈദിക പഠനവും പൂർത്തിയാക്കി. 2006 ജനുവരി 13 പുരോഹിതനായി അഭിഷിക്തനായി. എൻ്റെ പേര് സുനിൽ മാത്യു എന്നാണ്. ഞാനിപ്പോൾ പ്രവർത്തിക്കുന്നത് മാർത്തോമാ സഭയുടെ മെൻ്റലി ചലഞ്ച്ഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനും പഠനത്തിനും വേണ്ടി സ്ഥാപിതമായ മാർത്തോമാ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് MCRD തെള്ളിയൂരിൻ്റെ ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ സ്വദേശം കുഴിക്കാലയാണ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്കടുത്ത് കുഴിക്കാല ആണ് എൻ്റെ സ്വദേശം. എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പേര്, എൻ്റെ പിതാവ് TJ മാത്യു പരേതനായി, എൻ്റെ മാതാവ് തങ്കമ്മ മാത്യു, രണ്ടുപേരും ദൈവസന്നിധിയിൽ നിത്യതയിലായിരിക്കുന്നു. അവരുടെ 7 മക്കളിൽ 7ാമത്തെ ആളാണ് ഞാൻ, ഏറ്റവും ഇളയാൾ. എനിക്ക് മൂത്തതായി 5 സഹോദരങ്ങളും 1 സഹോദരിയുമുണ്ട്. അവർ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ താമസിച്ച് ജോലിയെടുക്കുന്നു. എല്ലാവരും കുടുംബസ്ഥരാണ്, കുഞ്ഞുങ്ങളുമൊക്കെയായി സന്തോഷത്തോടെ കഴിയുന്നു. ദൈവിക ശുശ്രൂഷയിലേക്കുള്ള എൻ്റെ നിയോഗത്തിന് കാരണമായത് തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്. എൻ്റെ ഭവന അന്തരീക്ഷം ആ രീതിയിൽ നന്നായിട്ട് പരുവപ്പെട്ട ഒന്നായിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ ജീവിതശൈലിയും അവർ ഞങ്ങൾ 7 പേരെ പരിപാലിച്ചതും സംരക്ഷിച്ചതും സഭയോടും ദൈവത്തോടുമുള്ള വിശ്വാസത്തിൽ അവർ ഞങ്ങളെ വളർത്തിക്കൊണ്ട് വന്നതുമൊക്കെ ഈ ശുശ്രൂഷയിൽ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പള്ളി ആരാധനകളും സൺഡേ സ്കൂളും മുടങ്ങാതെ സംബന്ധിക്കുക എന്നത് ഒരു ജീവിതനിഷ്ഠ തന്നെയായിരുന്നു. അത് അങ്ങനെ സംബന്ധിക്കുന്നതിൽ മാതാപിതാക്കൾ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുമായിരുന്നു. അവർ പ്രത്യേകമായിട്ട് താല്പര്യമെടുത്ത് ദൈവാലയ ആരാധനയിലും സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലും കൂട്ടായ്മ യോഗങ്ങളിലും സജീവമായി ഇടപെടുന്നതിന്, സജീവമായി പങ്കാളിത്തം വഹിക്കുന്നതിന് അവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. ആ ഒരു സ്വാധീനവും ആ ഒരു ശിക്ഷണവും നന്നായിട്ട് ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് കുടുംബ പ്രാർത്ഥനയാണ്. മുടങ്ങാത്ത കുടുംബ പ്രാർത്ഥന. രാവിലെയും വൈകുന്നേരവും കൃത്യമായി യാതൊരു കാരണവശാലും കുടുംബ പ്രാർത്ഥന മുടങ്ങുവാൻ മാതാപിതാക്കൾ അനുവദിക്കുമായിരുന്നില്ല. എല്ലാവരും ഒരുമിച്ച് വന്ന് എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു സമയം നിശ്ചയിച്ച് ആ സമയത്ത് പ്രാർത്ഥന നടത്തുക. ആ പ്രാർത്ഥന നിലത്തിരുന്ന് ദൈവവചനം വായിച്ച് പാട്ടുകൾ പാടി ഒരുമിച്ച് പുതിയ പാട്ടുകൾ പഠിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടായി. ആ രീതിയിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടന്നു. അപ്പോൾ കുടുംബ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം ശരിക്കും എൻ്റെ ശുശ്രൂഷാ മേഖലയെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മറ്റൊന്ന്, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന എൻ്റെ സഭയാണ്, എൻ്റെ ഇടവകയാണ്. മലങ്കര മാർത്തോമാ സഭയിൽ പുന്നക്കാട് ഇമ്മാനുവേൽ മാർത്തോമാ ഇടവകയുടെ അംഗമായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. എൻ്റെ ഇടവകയും എൻ്റെ സൺഡേ സ്കൂളും എൻ്റെ വളർച്ചയെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ശുശ്രൂഷകളിൽ എന്നെ ഗൗരവമായി സ്വാധീനിച്ച ഒരാളാണ് എൻ്റെ സൺഡേ സ്കൂൾ. എൻ്റെ സൺഡേ സ്കൂളിലെ പ്രധാന അധ്യാപകൻ പ്രിയപ്പെട്ട VM ജോൺ സാർ. ഇന്ന് അദ്ദേഹം നിത്യതയിൽ ദൈവസന്നിധിയിലാണ്. എന്നെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുകയും ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുമ്പോൾ എന്നെ പ്രത്യേകമായി ശ്രദ്ധിച്ച് എനിക്ക് എന്തൊക്കെ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി ആ കഴിവുകളെ വളർത്തുന്നതിനും ഈ ശുശ്രൂഷയ്ക്ക് വരണം എന്ന് താല്പര്യപ്പെട്ട് അദ്ദേഹം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിച്ചു. ഞാൻ വൈദിക അഭ്യസനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് സൺഡേ സ്കൂൾ പ്രധാന അധ്യാപകൻ്റെ സിഗ്നേച്ചർ വാങ്ങുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ അന്നാണ് എന്നോട് ആദ്യമായിട്ട് അദ്ദേഹം വെളിപ്പെടുത്തുന്നത്, നിന്നെക്കുറിച്ചുള്ള എൻ്റെ ആഗ്രഹവും താല്പര്യവും ഇതുതന്നെയായിരുന്നു. ദൈവിക ശുശ്രൂഷയിൽ ഒരു ദൈവിക ശുശ്രൂഷക്കാരനായിരിക്കണം എന്ന് അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചു. അതിനുവേണ്ടി എന്നെ പ്രോത്സാഹിപ്പിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഒരിക്കലും മറക്കുവാനാവാത്ത ഒരു കാര്യമാണ്. ഞാൻ വൈദികനായി തീരുമ്പോൾ അതിനു മുമ്പേ അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. എന്നിരുന്നാൽ പോലും ഇന്നും ഞാൻ എവിടെയും ഓർക്കുന്നതാണ് എൻ്റെ സൺഡേ സ്കൂളും എൻ്റെ സൺഡേ സ്കൂളിലെ പ്രിയപ്പെട്ട VM ജോൺ സാറിനെ കുറിച്ച്. മാതൃദേവാലയമായ പുന്നക്കാട് ഇമ്മാനുവൽ മാർത്തോമാ ഇടവകയിലെ സൺഡേ സ്കൂൾ പഠനകാലത്ത് സൺഡേ സ്കൂൾ അധ്യാപകരിൽ നിന്നും
ഇടവക വികാരിമാരിൽ നിന്നും ലഭിച്ച ആത്മീയ ശിക്ഷണവും പ്രോത്സാഹനവും വൈദിക വൃത്തിയിലേക്ക് സുനിൽ മാത്യുവിനെ നയിച്ചു. എൻ്റെ ഇടവക പുന്നക്കാട് ഇമ്മാനുവൽ മാർത്തോമ ഇടവക ഏകദേശം 450ഓളം കുടുംബങ്ങളുള്ള ഒരു വലിയ ഇടവകയാണ്. ആ ഇടവകയിൽ നിന്ന് ലഭിച്ച ഒരു പ്രോത്സാഹനവും പരിശീലനവും അത് വളരെയാണ്. എൻ്റെ യുവജന സഖ്യം ഞങ്ങളുടെ ഏരിയയിൽ ഒരു 3 ഇടവകകൾ, കുഴിക്കാല, ഇലന്തൂർ സെൻറ്റ് തോമസ്, പുന്നക്കാട് ഇമ്മാനുവൽ 3 ഇടവകകൾ സംയുക്തമായി ചേർന്നൊരു കൂട്ടായ്മ യോഗം നടത്തുകയും വർഷത്തിലൊരിക്കൽ ജനുവരി മാസം അവിടെ ഒരു കൺവെൻഷൻ നടത്തും. അപ്പോൾ ആ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നതിലും ആ കൂട്ടായ്മകളിൽ ഒരുമിച്ച് പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അവിടെയുള്ള വിശ്വാസ സമൂഹം എന്നെ പ്രോത്സാഹിപ്പിച്ചത്, അവർ എന്നെ ചേർത്ത് പിടിച്ചതൊക്കെ ഞാൻ ഈ സമയത്ത് നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അവരുടെ ഒരു പ്രോത്സാഹനവും പ്രാർത്ഥനയും കരുതലുമൊക്കെ ഈ ശുശ്രൂഷയിൽ എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ വൈദിക വിദ്യാർത്ഥിയാവണം എന്നാഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മുതിർന്ന ആളുകൾ എന്നോട് വചനം പറയണമെന്ന് നിർബന്ധിക്കും. അപ്പോൾ അന്ന് പറഞ്ഞത് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത കുറവുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവർ കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, ഞാൻ വചനം പ്രസംഗിച്ച് കഴിയുമ്പോൾ അതിനെക്കുറിച്ച് നല്ല കമൻസ് പറയുകയും തിരുത്തേണ്ടിടത്ത് തിരുത്താനുള്ള ആഹ്വാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകുകയും ചെയ്തു. ആ രീതിയിൽ ആ ഒരു കൂട്ടായ്മ എന്നെ ഒരുപാട് ബലപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രദേശത്ത് ഉള്ള ഒരു കൊച്ചു കൂട്ടായ്മ, ഏകദേശം ഒരു 15-20 കുടുംബങ്ങൾ മാത്രമുള്ള കൂടുന്ന ഒരു കൂട്ടായ്മ. പക്ഷേങ്കിൽ ആ കൂട്ടായ്മ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ ഒരു പ്രാർത്ഥനയും പ്രോത്സാഹനവും അവർ ചേർത്ത് പിടിച്ചതുമൊക്കെ ഈ സമയത്ത് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ ഈ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ഒത്തിരി പ്രേരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ഇന്നും ഞങ്ങളുടെ ഒരു വലിയ നന്മ, അനുഗ്രഹം എന്ന് പറയുന്നത് ഞങ്ങൾ 7 പേരും ഒരേപോലെ മൂത്തയാൾ പറയുന്നത് മറ്റുള്ളവരനുസരിക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയാവുന്നു. ആരും തമ്മിൽ വഴക്കില്ല, പ്രശ്നങ്ങളില്ല. ഏത് കാര്യത്തിലും ഒരു അഭിപ്രായ ഐക്യത്തോടുകൂടെ പോകാൻ സാധിക്കുന്നു. എനിക്കൊരാവശ്യം വന്നാലും പരസ്പരം മറ്റൊരാൾക്കൊരാവശ്യം ഉണ്ടായാലും ആ ആവശ്യങ്ങളിൽ കൂട്ടുചേരുവാനും ആ ആവശ്യങ്ങളിൽ പങ്കാളിത്തം വഹിക്കാനും എല്ലാവരും ചേരുന്നുണ്ട്. എല്ലാവരും അത് ഞങ്ങൾ വന്ന സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് വളരെ സന്തോഷകരമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സഹോദരങ്ങളുടെ ഒരു വലിയ പ്രോത്സാഹനവും സഹോദരങ്ങളുടെ ഒരു നല്ല ഐക്യത, ബന്ധം, ഇത് വളരെയധികം നന്ദിപൂർവ്വം ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. മാർത്തോമ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ യൂത്ത് ചാപ്ലെയിൻ എന്ന നിലയിൽ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എൻ്റെ ശുശ്രൂഷയിൽ ഈ ഒരു ശുശ്രൂഷയിലേക്ക് വരണം എന്ന് കാരണമായത് പല ആളുകളുടെ, എൻ്റെ ഇടവകയിൽ ശുശ്രൂഷ ചെയ്ത കുറേയധികം വൈദികരുടെ ജീവിത സാക്ഷ്യമാണ്. അതിലൊരു പ്രധാനപ്പെട്ട ആളാണ് ഇന്നും ജീവിച്ചിരിക്കുന്ന എടയാറന്മുളയിലുള്ള KK അബ്രഹാം അച്ഛൻ. അച്ഛൻ്റെ ഒരു ജീവിത സാക്ഷ്യം വളരെ വലുതായിരുന്നു. അച്ഛൻ്റെ ജീവിതം ഞാൻ സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ എൻ്റെ ഇടവകയിലെ വികാരിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അച്ഛനിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ നന്മ എന്താണെന്ന് ചോദിച്ചാൽ, ആ പ്രദേശത്തുള്ള മദ്യപാനികളെ തേടിപ്പിടിച്ചെത്തി അവരോട് സംസാരിക്കുകയും അവരെ എല്ലാം ദൈവ വഴികളിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പ്രിയപ്പെട്ട അച്ഛൻ വളരെയധികം ശ്രദ്ധിച്ചു. മാസത്തിൽ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ സാക്ഷി യോഗമായിട്ട് ക്രമീകരിക്കും. 4ാം ഞായറാഴ്ചയായിരിക്കും മിക്കപ്പോഴും. അന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കില്ല, പകരം സാധാരണ ആരാധനയെടുത്ത് ഒരു സാക്ഷി യോഗമാണ്. അപ്പോൾ ആളുകളെല്ലാവരും, പ്രത്യേകിച്ച് ഈ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ആളുകൾ, അവരെല്ലാവരും ഒരേപോലെ ലൈനായിട്ട് മുമ്പിൽ വന്ന് നിന്ന് ഓരോരുത്തരും അവരവരുടെ സാക്ഷ്യം പറയും. ആ സാക്ഷ്യം ഒരു വലിയ അനുഭവമായിരുന്നു. അത് ഈ അച്ഛൻ്റെ, പ്രിയപ്പെട്ട KK അബ്രഹാം അച്ഛൻ്റെ ഒരു വലിയ പ്രവർത്തന ഫലമായിട്ട് അവിടെ ഉണ്ടായ ഒരു വലിയ മാറ്റമാണ് ഈ ഇത്രയും പേരെ മദ്യപാന രോഗത്തിൽ നിന്ന് ദൈവവഴികളിലേക്ക് തിരികെ കൊണ്ടുവരുവാനും അവർ ആത്മീയമായി വളരുന്നത് കാണാനായിട്ടും സാധിച്ചത്. KK അബ്രഹാം അച്ഛൻ എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ ആ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മദ്യപാനത്തിലുള്ള ആളുകളുടെ ജീവിതത്തിൽ അദ്ദേഹം വരുത്തിയതായ സ്വാധീനം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഞാൻ സെമിനാരി പഠനം നടക്കുന്ന സമയത്താണ് ഞാൻ പരിചയപ്പെട്ട ഒരു പ്രിയപ്പെട്ട അച്ഛനാണ് AT സക്കറിയ അച്ഛൻ. AT സക്കറിയ അച്ഛൻ്റെ ജീവിതം വളരെയധികം ചലഞ്ചിങ് ആണ്. ഇന്ന് പലർക്കും, ഒരു പക്ഷെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പലർക്കും അച്ഛൻ്റെ ജീവിതം ഒരു മാതൃകയും വെല്ലുവിളിയുമാണ്. അച്ഛൻ ഏറ്റവും സാധാരണക്കാർ, പ്രത്യേകിച്ച് രോഗികൾ, അശരണർ, ക്ഷീണിതർ, പ്രയാസത്തിലിരിക്കുന്നവർ, അവരെയൊക്കെ തേടി പിടിച്ചെത്തി അവരുടെ ആവശ്യങ്ങളിൽ, വേദനകളിൽ
ഒത്തിരിയധികം ഇടപെടുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ച് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു ചലഞ്ച് A.T. സക്കറിയാച്ചനാണ്. ഞാൻ വൈദികനാവുകയാണെങ്കിൽ A.T. സക്കറിയാച്ചനെ പോലെ ആവണം എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രമാത്രം ജീവിത സാക്ഷ്യമാണ്. അദ്ദേഹം വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ പ്രാർത്ഥനാ സമയത്തൊക്കെ ഏങ്ങലടിച്ച് ജനങ്ങളുടെ ഭാരങ്ങൾ പറയുമ്പോൾ, ജനങ്ങളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ അതിലേങ്ങലടിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അച്ഛൻ എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചു എന്നത് പറയേണ്ടി വരുന്നു. എൻ്റെ ശുശ്രൂഷകളെ വളരെയധികം സ്വാധീനിച്ചത് എൻ്റെ ഇടവകയിലെ എല്ലാ വൈദികരും, ആരുടെയും പേരെടുത്ത് പ്രത്യേകം പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഒന്നിനൊന്ന്, ഒരാൾ പോയി കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംഗതി അടുത്തയാൾ എങ്ങനെ ആയിരിക്കും, പക്ഷേ അതിനേക്കാൾ മെച്ചമായി പുതിയ ആൾ വരും. അവരുടെയൊക്കെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളുമൊക്കെ എൻ്റെ ശുശ്രൂഷകളെ വല്ലാതെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെ ഈ എന്തിന് എങ്ങനെ ഈ ശുശ്രൂഷകനായി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. എൻ്റെ ഇടവകയും എൻ്റെ ഇടവകയിലെ ആരാധനകളും അവിടെ ശുശ്രൂഷ ചെയ്ത വൈദികരും അവരുടെ ജീവിതവും ഒക്കെ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. അതായിരുന്നു ഒരച്ഛനാവണം എന്നുള്ള വൈദിക വൃത്തിയിലേക്ക് വരാനുള്ള എൻ്റെ ഒരു വലിയ പ്രോത്സാഹനവും കാരണവും നിമിത്തവുമായി തീർന്നത്. ദൈവികമായ വിളിയുടെയും തിരഞ്ഞെടുപ്പിൻ്റെയും മഹത്വം തിരിച്ചറിഞ്ഞ് കൗമാരത്തിൽ തന്നെ പുരോഹിതനാകുവാൻ ആഗ്രഹിച്ച് പൗരോഹിത്യത്തിൻ്റെ വഴികൾ സ്വന്തമാക്കിയ സുനിൽ മാത്യു അച്ഛൻ വൈദിക ശുശ്രൂഷകളിൽ 22 വർഷങ്ങൾ പൂർണ്ണമാക്കുകയാണ്. എന്നാൽ വൈദികനാകണം എന്നുള്ള ആഗ്രഹത്തെ കുറേ കൂടെ ശക്തിപ്പെടുത്തിയ ഒരു സംഭവം, ആ സംഭവം 1996 പ്രത്യേകിച്ച് മാർത്തോമാ സഭയുടെ വൈദിക സെമിനാരി അഭ്യസനത്തിന് വേണ്ടി പരിശ്രമിച്ചു. പക്ഷെങ്കിൽ ആ സമയം അത് ലഭിക്കാതെ വന്നപ്പോൾ കടുത്ത നിരാശയും വല്ലാത്തൊരു മാനസിക സങ്കടവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ പിതാവാണ് ഈ ശുശ്രൂഷയിലേക്ക് നീ പോകണം, പഠിക്കണം, പഠനം തുടരണം എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചത് എൻ്റെ പിതാവാണ്. അദ്ദേഹം കൃത്യമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു, നീ സെമിനാരി പഠനത്തിന് വേണ്ടി പോകണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്നെ അതിന് മുൻകൈ എടുത്തു, വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒരു സഹോദരന് സഭയിൽ വൈദികനാകാൻ പറ്റുമോ, സഭയുടെ ഒരു സെമിനാരി സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് മാറി പഠിക്കുമ്പോൾ അത് വൈദികനാകാൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്കയൊക്കെ അദ്ദേഹത്തിനുണ്ടായിട്ട് അദ്ദേഹം ആ ആശങ്ക എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു മറുപടി ഇതാണ്: ദൈവം നടത്തും, ദൈവം കരുതിക്കൊള്ളും എന്നൊരു കാര്യമാണ് ഞാൻ പ്രത്യേകമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞത്. പക്ഷേ ആ സമയത്ത് അദ്ദേഹത്തിന് അത് അങ്ങോട്ട് ഉൾക്കൊള്ളാനും അതത്രമാത്രം ദഹിക്കുന്നൊരു കാര്യമായിരുന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ വിയോജനം വളരെ ശക്തമായിട്ട് പുള്ളി രേഖപ്പെടുത്തി, വളരെ ശക്തമായിട്ട് പുള്ളി അതിനോട് വിയോജിച്ചു. പക്ഷേ അന്ന് ആ വൈകുന്നേരം ഏകദേശം രാത്രി 10 മണി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലുണ്ടായ ഒരു സംഭവ വികാസം, അത് ശക്തമായി ഈ ശുശ്രൂഷയിലുള്ള എൻ്റെ ദൈവവിളിയെ എത്രമാത്രം ശക്തമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ പ്രവേശിക്കണം എന്നത് ദൈവം ആഗ്രഹിക്കുന്നു എന്നത് എന്നിൽ ശക്തമാക്കിയ ഒരു അനുഭവമായിരുന്നു അത്. ചില ലാഭങ്ങൾക്ക് വേണ്ടി അല്ല ശുശ്രൂഷ എന്നുള്ളത്, ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പല്ല ശുശ്രൂഷ എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു സംഭവമാണ് വീട്ടിലുണ്ടായത്. വലിയ നഷ്ടം വീട്ടിലുണ്ടായി, ഒരു വലിയ നാശനഷ്ടങ്ങളിലേക്ക് വരെ പോകാവുന്ന ഒരു സ്ഥിതിവിശേഷം വീട്ടിലുണ്ടായി. ആളപായം വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ആ രാത്രിയിലുണ്ടായി. ഞങ്ങളുടെ വീട്ടിൽ എന്തോ സംഭവിച്ചു എന്ന് നാട്ടുകാരെല്ലാവരും അതിശയിച്ചു പോയ ഒരു നിമിഷമാണ്. ഒരു 1 ലക്ഷം രൂപയിൽ മുകളിൽ വില പറഞ്ഞ ഒരു വലിയ മരം അത് നഷ്ടപ്പെടുകയും അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ വിഷയങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഈ നാശനഷ്ടങ്ങളുടെയൊക്കെ മധ്യത്തിൽ എൻ്റെ സഹോദരനെ വിശ്വാസത്തിൽ കുറേ കൂടെ ധൈര്യപ്പെടുത്തുന്നതിനും എൻ്റെ വിളിയിൽ എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാക്കുന്നതിന് എൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഈ ശുശ്രൂഷ വെറും ചടങ്ങല്ലെന്നും ഇത് ദൈവം വിളിച്ചതാണെന്നും ദൈവ നിയോഗമാണെന്നും ബോധ്യപ്പെടുവാനിടയായ ഒരു അവസരമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇന്ന് വളരെ ശക്തമായിട്ട് ഈ ശുശ്രൂഷയിൽ എന്നെ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ആ ദൈവവിളി ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് വളരെ ശക്തമായിട്ട് അന്ന് മുതൽ ആ ദൈവവിളി എന്നിൽ നിലനിൽക്കുന്നുള്ള, ദൈവം എന്നെ വിളിച്ചു എന്നുള്ള ബോധ്യമാണ്. അതുകൊണ്ട് ഇന്ന് വരെ ലാഭനഷ്ടങ്ങളുടെ കണക്കെടുത്തിട്ടില്ല. എന്ത് കിട്ടുന്നു എന്നുള്ളത് ഈ ശുശ്രൂഷയിൽ ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. എന്താണ് മിച്ചമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മറിച്ച് ദൈവം നിയോഗിക്കുന്ന ഇടങ്ങളിൽ ലാഭനഷ്ടങ്ങൾ നോക്കാതെ, കണക്കെടുപ്പില്ലാതെ
വിശ്വസ്തനായ ദൈവത്തിൻ്റെ ചുമല് പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നു, ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് എന്നെ ഈ ശുശ്രൂഷയിൽ ബലപ്പെടുത്തി നിർത്തുന്ന ഇന്നത്തെ ഒരു വലിയ കാര്യം. എൻ്റെ സഹോദരൻ, എന്നോട് ശക്തമായി വിയോജിച്ച എൻ്റെ സഹോദരൻ തന്നെ ഇന്ന് വളരെ ശക്തമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ, എന്നെ പിന്തുണയ്ക്കുകയാണ്, എന്നെ സപ്പോർട്ട് ചെയ്യുകയാണ്. ആ രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കരുതലൊക്കെ ഇന്ന് എനിക്ക് ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എൻ്റെ ശുശ്രൂഷയെ വളരെ ഗൗരവമായി സ്വാധീനിച്ചു. ഞാൻ മാർത്തോമ യുവജന സഖ്യത്തിൻ്റെ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിട്ട് 3 വർഷക്കാലം പ്രവർത്തിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അടൂർ യൂത്ത് സെൻറ്ററിൽ താമസിച്ചുകൊണ്ട് യുവജനങ്ങളുടെ ഇടയിൽ പല സ്ഥലങ്ങളിൽ ഓടി നടന്ന് അനുഗ്രഹീതമായി പ്രവർത്തിപ്പാനുള്ളൊരു സാവകാശം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മാർത്തോമ സഭയുടെ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ വിവിധ ഇടവകളിൽ വികാരിയായും, ആലുവ ശാന്തിഗിരി ആശ്രമം ഡയറക്ടറായും, ഹൈദരാബാദ് അസെൻഷൻ മാർത്തോമ ഇടവക വികാരിയായും, ബാംഗ്ലൂർ KR-പുര ബഥേൽ മാർത്തോമ ഇടവക വികാരിയായും, കനേഡിയൻ മാർത്തോമ ഇടവക വികാരിയായും ശുശ്രൂഷകൾ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ വൈദികനായതിനു ശേഷം ആദ്യമായി നിയോഗിക്കപ്പെടുന്നത് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിലെ ബുധനൂർ എന്ന് പറയുന്നൊരു ഇടവകയുടെ ശുശ്രൂഷയിലേക്കും, അതോടൊപ്പം തന്നെ ആ ഭദ്രാസനത്തിലുള്ള യുവജനങ്ങളുടെ ഒരു യൂത്ത് ചാപ്ലൈനായിട്ട് എന്നെ അവിടെ നിയോഗിക്കുകയാണ്. അപ്പോൾ പല കോളേജുകൾ, സ്കൂളുകൾ, പള്ളികളിൽ പോയി യുവജനങ്ങളുമായിട്ട് ഒത്തിരി നിരന്തരമായി സമ്പർക്കം പുലർത്താനും അവരെ കോർഡിനേറ്റ് ചെയ്ത് പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ഒക്കെ ബലപ്പെടുത്താൻ ഒരു നല്ല പങ്ക് യുവജനങ്ങൾ നല്ല സുഹൃത്തുക്കളായി ഈ ദൈവവിശ്വാസത്തിലൊക്കെ ഒപ്പം നടക്കാനായിട്ട് സാധിക്കുന്നു. അനേകർ, അതിൽ പലരും ഇന്ന് വൈദിക വൃത്തിയിലേക്കൊക്കെ പ്രവേശിക്കുവാൻ തക്കവണ്ണം ചില സ്വാധീനങ്ങളൊക്കെ ചെലുത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു യൂത്ത് ചാപ്ലൈൻ മിനിസ്ട്രി അതെന്നെ ഏൽപ്പിച്ചത് ഭാഗ്യസ്മരണീയനായ ഡോക്ടർ സക്രിയാസ് മാർ തിയോഫിലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനിയാണ്. തിരുമേനിയുടെ ഒരു പ്രത്യേക സ്നേഹവും കരുതലുമൊക്കെ എനിക്ക് ഈ ശുശ്രൂഷയിൽ ഒത്തിരി ലഭിച്ചിട്ടുണ്ട്. ഞാനൊരു വൈദികനായപ്പോഴാണ് തിരുമേനി ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്നത്. തിരുമേനി എന്നോട് പരിചയപ്പെട്ട നാൾ മുതൽ എന്നെ ഈ ശുശ്രൂഷയിലേക്ക് ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. എന്നെ ആദ്യമായിട്ടൊരു യൂത്ത് ചാപ്ലൈനിൽ, ഒരു ഭദ്രാസനത്തിൻ്റെ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കണമെന്ന് തിരുമേനി നിഷ്കർഷിച്ചു. ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഞാനൊരു ഭദ്രാസന കൺവെൻഷൻ പ്രസംഗിച്ചിട്ടില്ല, ഒരു കൊച്ചു പള്ളിയുടെ കൺവെൻഷൻ പോലും പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ തിരുമേനിയോട് പറഞ്ഞു, അച്ഛൻ പ്രസംഗിക്കണം എന്ന് പറഞ്ഞ് ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസനത്തിൽ ആദ്യമായി ഭദ്രാസന കൺവെൻഷൻ നടത്തുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസം വൈകുന്നേരം പ്രസംഗിക്കാനായിട്ട് തിരുമേനി എന്നെ നിയോഗിച്ചു. ഒരു വലിയ സാഹസികതയായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുന്നു തിരുമേനിക്ക് ആ ഒരു സാഹസികത ഏറ്റെടുക്കാനായിട്ട് എങ്ങനെ സാധിച്ചു എന്നുള്ളത്. ഭാഗ്യസ്മരണയിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത, അദ്ദേഹം ഒരു പ്രസംഗം ഒരിടത്തേറ്റു. അദ്ദേഹത്തിന് അവിടെ പ്രസംഗത്തിന് പോകാൻ പറ്റാതെ വന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ സക്രിയാസ് തിരുമേനി എന്നോട് ആവശ്യപ്പെട്ടു, അച്ഛൻ അവിടെ പോയി പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ ആർക്കാണ് പകരക്കാരനാവുന്നത്? ക്രിസോസ്റ്റം തിരുമേനിയെപ്പോലെ വളരെയധികം പ്രഗത്ഭനായ വാക്ചാതുര്യമുള്ള ഒരാളിൻ്റെ പകരക്കാരനാവുക എന്ന് പറയുന്നത് വളരെ ചലഞ്ചിങ്, എനിക്കത് പറ്റത്തില്ല എന്ന് ഞാൻ തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി പറഞ്ഞു, അച്ഛൻ ദൈവകൃപയിൽ ആശ്രയിച്ച് പോയിട്ട് അത് ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ പിന്നീട് ഒരിക്കൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചതും ഞാൻ ഓർക്കുകയാണ്. എന്നെ അപ്പോൾ ഇന്ന് തിരുമേനി രണ്ടാമതായിട്ട് തിരുമേനിയുടെ ചുമതലയിൽ ആലുവ എടത്തലയിലുള്ള ശാന്തിഗിരി ആശ്രമത്തിലേക്ക് നിയോഗിച്ചു. ഓരോ വർഷം കഴിയുമ്പോഴും അവിടെ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തിരുമേനി എന്നോട് പറഞ്ഞില്ല, അച്ഛൻ തുടരണമെന്ന് പറഞ്ഞ് 5 വർഷം ഞാനവിടെ തുടർന്നു. തിരുമേനിയുടെ ഒരു നിരന്തരമായ പ്രോത്സാഹനമാണ് അവിടെ എനിക്ക് ലഭിച്ചത്. ഞാൻ അവിടെ നിന്ന് പിന്നീട് ഹൈദരാബാദിലേക്കാണ് സ്ഥലം മാറിപ്പോകുന്നത് 5 വർഷത്തിന് ശേഷം. തിരുമേനി എന്നെ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കും, എന്നോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ വളരെയധികം പ്രോത്സാഹനം തിരുമേനിയുടെ ഭാഗത്തു നിന്ന് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് ഏറ്റവും അധികം ഞാൻ പറയേണ്ട ഒരു വ്യക്തിയാണ് എൻ്റെ പ്രിയപ്പെട്ട സക്രിയാസ് മാർ തിയോഫിലോസ് അഫ്രഗൻ മെത്രാപ്പൊലീത്ത. ഹൈദരാബാദിൽ നിന്ന് ഞാൻ ബാംഗ്ലൂർ KR-പുരത്തേക്കുള്ള ശുശ്രൂഷയിലും തുടർന്ന് കാനഡയിലുള്ള കനേഡിയൻ മാർത്തോമ ചർച്ചിൻ്റെ ശുശ്രൂഷയിലേക്കും പിന്നീട് തലവടി പടിഞ്ഞാറേക്കര മാർത്തോമ ഇടവകയുടെ ശുശ്രൂഷയിലേക്കും ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെ താമസിച്ച് അവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. ഏകദേശം 40ഓളം അധ്യാപകരും 145ഓളം കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുടെ ഇടയിൽ അവരുടെ പഠനത്തിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന ഒരു വലിയ പദ്ധതിയാണ്. തെറാപ്പികൾ നടക്കാറുണ്ട്. 1.5 വയസ്സ് മുതൽ 52 വയസ്സ് വരെ പ്രായത്തിലുള്ള പല കാറ്റഗറിയിലുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തങ്ങളായ ഈ ശുശ്രൂഷകളിലൊക്കെ ഈ നാളുകളിൽ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം ഓരോ ദിവസവും അനുദിനം ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു. ഭാഗ്യസ്മരണീയനായ ഈശോ മാർ തിമോത്തിയോസ് തിരുമേനി, ഞങ്ങളുടെ പ്രദേശത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു കൺവെൻഷൻ നടക്കുന്ന കാര്യം. അവിടെ ഒരു കൺവെൻഷനിൽ തിരുമേനി പ്രസംഗിക്കാനായിട്ട് വന്നു. എനിക്കൊരു 5 or 6 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാല്യക്കാരൻ. അപ്പോൾ ഞാനിങ്ങനെ മാറി നിൽക്കുന്ന സമയത്ത് തിരുമേനി എന്നെ അടുത്ത് വിളിച്ച് എന്നെ മടിയിൽ കയറ്റിയിരുത്തി, നീ ശുശ്രൂഷയിലേക്ക് വരണം
എന്നെ ആ ശുശ്രൂഷയെക്കുറിച്ചുള്ള അതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാട് ആദ്യമായിട്ട് തന്നത് ആ തിരുമേനിയാണ്. തിരുമേനിയുടെ മടിയിൽ എന്നെ പിടിച്ചിരുത്തി. തിരുമേനിയെ ഒരു പക്ഷെങ്കിൽ എല്ലാവർക്കും അറിയാം, അദ്ദേഹം ഒരു വലിയ പ്രാർത്ഥനാ മനുഷ്യനാണ്. ഏത് വിഷയത്തിനും പ്രാർത്ഥനയിലൂടെ ഉത്തരം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ചുരുക്കത്തിൽ പല ആളുകൾ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ചവരും പ്രാർത്ഥനാ വീരന്മാരായി പ്രവർത്തിച്ചവരും വചനഘോഷണത്തിൽ ശക്തമായി നിന്നവരും ശുശ്രൂഷകളെ ഗൗരവമായി കണ്ടവരും ദൈവവിളിയോടുകൂടെ ചേർന്ന് പ്രവർത്തിച്ചവരുമായി ഒരുപറ്റം ആളുകളുടെ കൈകളിലൂടെ ദൈവം ഈ നാളുകളിൽ എന്നെ എടുത്തുപയോഗിച്ചു, എനിക്ക് കൃപ തന്നു. ഇത് മാത്രമാണ് എൻ്റെ ജീവിത സാക്ഷ്യം. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തെള്ളിയൂരിൽ പ്രവർത്തിച്ചു വരുന്ന മാർത്തോമ സെൻറ്റർ ഫോർ റിഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് MCRD ഡയറക്ടർ എന്ന നിലയിൽ ഭാര്യ മിസ്റ്റി സുനിലിനൊപ്പം മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരും ഭിന്നശേഷിക്കാരുമായ വ്യക്തികളുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വരികയാണ് റവറൻഡ് സുനിൽ മാത്യു അച്ഛൻ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവസന്നിധിയിൽ നിന്ന് അനുഭവിച്ച നന്മകളും അനുഗ്രഹങ്ങളും നിരവധിയാണ്. ശുശ്രൂഷകൾക്കായി ദൈവം അയച്ച ഇടങ്ങളൊക്കെ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ അനുഭവിച്ചു. ഒരിടത്തും ഞാൻ ചോദിച്ച് പോകേണ്ടി വന്നിട്ടില്ല. എന്നാൽ കർത്താവ് കൃത്യമായ സ്ഥലത്ത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. ആ സ്ഥലത്ത് ചിലപ്പോൾ ഇത് ചലഞ്ചിങ് ആയിരിക്കും. ശുശ്രൂഷകളൊക്കെ അത്തരത്തിലായിരുന്നു. ഇടവക ശുശ്രൂഷകളുണ്ടായിരുന്നു, അല്ലാത്ത ശുശ്രൂഷകളുണ്ടായിരുന്നു, സ്ഥാപനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമൂഹിക സേവന മേഖലകളെ പോലെയുള്ള പ്രവർത്തന മേഖലകളുണ്ടായിരുന്നു. എല്ലായിടത്തും ആളുകളുമായിട്ടൊക്കെ ചേർന്ന് വളരെ ഹൃദ്യമായിട്ട് ജീവിപ്പാനായിട്ട് സാധിച്ചു. അത് ദൈവം തമ്പുരാൻ അതിനുള്ള ബലം തന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒത്തിരി ഒരു ശക്തീകരണവും കൃപയും ഒക്കെ അതിനകത്ത് ലഭിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാനായിട്ട് പറ്റും. അനുഭവിച്ച ദൈവകൃപയ്ക്ക് കണക്കുകളില്ല, പറയാൻ വാക്കുകളില്ല. അത്രമാത്രം ദൈവം തമ്പുരാൻ നടത്തും. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ ഞാൻ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം മാർത്തോമാ സഭയുടെ ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. 1981 ഒക്ടോബർ മാസം 15-ാം തീയതിയിലാണ് ഇത് ആരംഭിക്കുന്നത്. 44 വർഷങ്ങൾ കൊണ്ട് ഈ സ്ഥാപനം ബഹൃതായ സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. മാനസിക വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി നേരിടുന്ന ഓട്ടിസ്റ്റിക്കായ സെർബ്രൽ പാൾസിയുള്ള ഡൗൺ സിൻഡ്രോമുള്ള നിരവധി കുഞ്ഞുങ്ങൾ ഇവിടെ താമസിക്കുന്നു. 145 കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ സ്നേഹവും കരുതലും അവരുടെ ഒരു പ്രോത്സാഹനവും അവരോടൊപ്പമുള്ളൊരു ജീവിതം വളരെയധികം വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിൽ കൂടെയും അവരുടെ ഒരു സ്നേഹ പരിലാളനകളിലൊക്കെയാണ് ഒരുമിച്ച് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഇവിടെ നമ്മൾ സ്കൂൾ വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ അവർക്ക് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകൾക്ക് വേണ്ടിയുള്ളൊരു സിലബസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് തെറാപ്പികൾ നൽകുന്നു. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ചില തെറാപ്പികൾ ആവശ്യമാണ്. സ്പീച്ച്, ഒക്യുപ്പേഷൻ, ബിഹേവിയറൽ, ഫിസിയോതെറാപ്പികൾ ആവശ്യമാകുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മൾ തെറാപ്പികൾ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന 90 കുഞ്ഞുങ്ങളുണ്ട്. ഡേ സ്കോളേഴ്സായി നമ്മൾ കൊണ്ടുവന്ന് പഠിപ്പിച്ച് വൈകിട്ട് തിരിച്ചു കൊണ്ടാക്കുന്ന ഡേ സ്കോളേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഒരു നല്ല പങ്ക് സാമ്പത്തികമായിട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരുടെയും ഫീസോ മറ്റ് യാതൊരു ആനുകൂല്യങ്ങളോ പറ്റാറില്ല. ആളുകളുടെ പ്രോത്സാഹനം, പ്രത്യേകിച്ച് സംഭാവനകളാണ് ഈ സ്ഥാപനത്തെ ഈ രീതിയിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. നിരവധി പേർ സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് നമുക്ക് സഹായകരമായി തീരുന്നുണ്ട്. സംഭാവനകൾ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് കുടുംബമായിട്ട്, എൻ്റെ ഭാര്യ മിസ്റ്റി സുനിൽ പന്തളം സ്വദേശിയാണ്. എനിക്ക് 2 മക്കളാണ്. എൻ്റെ മൂത്ത മകൾ ഇപ്പോൾ +2 പഠിക്കുന്നു തിരുവല്ലയിൽ, ആശിഷ. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ മകന് അഭിരൂപ്, അവന് 9th പഠിക്കുന്നു, അവന് തിരുവല്ലയിൽ പഠിക്കുന്നു. കുഞ്ഞുങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ഈ ശുശ്രൂഷകളിലൊക്കെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുന്നു. ദൈവം കരുതിയതിനും പരിപാലിച്ചതിനുമൊക്കെ നന്ദി പറയാൻ മാത്രമല്ലാതെ ഈ ജീവിതം കൊണ്ട് ഈ കഴിഞ്ഞ 20 വർഷം ഈ ശുശ്രൂഷയിൽ നിലനിൽക്കാനായിട്ട് സാധിച്ചത് ദൈവം തമ്പുരാൻ്റെ വലിയ കരുതലാണ്, ദൈവം തമ്പുരാൻ്റെ വലിയ പരിപാലനമാണ്. അത് അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഓരോ ഇടത്ത് ചെല്ലുമ്പോഴും ഇപ്പോഴും ഈ കുഞ്ഞുങ്ങളുടെ സ്നേഹം, അവരുടെ പ്രോത്സാഹനം, അവരുടെ ഒരു സന്തോഷം അത് കണ്ടുകൊണ്ട് ഇവിടെ പ്രവർത്തിപ്പാനായിട്ട് സാധിക്കുന്നു. തുടർന്നും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഈ ശുശ്രൂഷയിൽ ദൈവം ബലപ്പെടുത്താനൊക്കെ വേണം. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഞാൻ ഈ സമയത്ത് അഭ്യർത്ഥിക്കുന്നു. എൻ്റെ സ്ഥാപനത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 145ഓളം കുഞ്ഞുങ്ങളാണ്. മാതാപിതാക്കളുടെ ഒരു വെല്ലുവിളിയാണ്. ഞങ്ങളിവിടെ അവർക്ക് ആയുഷ്കാലം ഇവിടെ താമസിക്കുന്നതിനുള്ളൊരു പുനരധിവാസ പരിപാടി ഞങ്ങളിവിടെ നടത്തുകയാണ്. ലാഭനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് നോക്കാതെ ശക്തമായ ദൈവിക അനുഭവങ്ങളിലൂടെ പുരോഹിത ശുശ്രൂഷകൾ ആരംഭിച്ച് വിശ്വസ്തയോടെ ദൈവിക ശുശ്രൂഷകൾ തുടരുന്ന തെള്ളിയൂർ MCRD ഡയറക്ടർ റവറൻഡ് സുനിൽ മാത്യു അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചുകൊണ്ട്
എൻ്റെ ദൈവവിളി പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്.